കഥ ഭർത്താവ് ഭാഗം 20. സദ്യവട്ടത്തിനുള്ള അവസാന പണിയായ പപ്പടം പൊള്ളിച്ചെടുക്കുന്ന ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വേലക്കാരി ശ്യാമള. അവളുടെ അരികിൽ ശ്രീലേഖ ഓരോന്നും ചോദിച്ചും പറഞ്ഞും കൊണ്ട് നിൽപ്പുണ്ട്. ഇതിനിടയിൽ 2-3 തവണ ഗീതു ചെന്ന് മുകുന്ദൻ കയറി വാതിലടച്ച റൂമിൻ്റെ കതകിൽ തള്ളി നോക്കിയെങ്കിലും അത് അകത്തു നിന്നും ഓടാമ്പൽ ഇട്ട നിലയിലായിരുന്നു. അവിടെ നിന്നും ശബ്ദമുണ്ടാക്കി മുകുന്ദനെ വിളിക്കാതെ അവൾ മടങ്ങിപ്പോരുകയായിരുന്നു. താൻ അവരെ വിളിക്കുന്ന ശബ്ദം കേട്ട് ഇനി ശ്രീലേഖ അങ്ങോട്ടേക്ക് വരരുത് എന്നാണ് അവൾ കരുതിയത്. ഭർത്താവ് മുകുന്ദൻ്റെ കാര്യത്തിൽ അവൾക്ക് ആശങ്കയൊന്നുമില്ല. പക്ഷേ ശ്യാംസുന്ദറിനെക്കുറിച്ച് ശരിക്ക് അറിയാവുന്നതിനാലാണ് അവൾക്ക് ഭീതി. എങ്കിലും പുതുമോടിയല്ലേ, അതിൻ്റെ ഒരു കരുതൽ ശ്യാമേട്ടൻ കാണാണ്ടിരിക്കില്ല എന്ന് തന്നെ അവൾ മനസ്സിൽ കരുതി. ഗീതു വീണ്ടും തിരികെ അവിടേക്ക് വരുമ്പോൾ ശ്യാമള അടുപ്പിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന എണ്ണപാത്രത്തോടെ വാങ്ങി മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ കുഞ്ഞ്, ഇനി പാത്രങ്ങളൊന്ന് കഴുകിയെടുത്താൽ മതി. എല്ലാം ഞാൻ ഡൈനിങ് ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു തുടങ്ങേണ്ട താമസമേ ഉള്ളൂ ഇനി. ശ്യാമള സിങ്കിലിട്ടിരുന്ന പാത്രങ്ങൾ ഒന്നൊന്നായി എടുത്ത് തേച്ച് വൃത്തിയാക്കി തുടങ്ങി. 1 മണിയായതല്ലേ ഉള്ളൂ, ആർക്കും വിശപ്പായി കാണില്ല, അവർ എണീക്കട്ടെ, പിന്നെ വിളമ്പാം. ഗീതു എന്തോ ആലോചിക്കുമട്ടിൽ നിന്നും കൊണ്ട് പറഞ്ഞു. അവരെന്താ കുഞ്ഞെ, ഉറങ്ങാൻ കിടന്നോ ഈ നേരത്തോ? ചെയ്തും കൊണ്ടിരുന്ന ജോലി നിർത്താതെ ശ്യാമള അവിടെ നിന്നുകൊണ്ട് മുഖം തിരിച്ചു നോക്കി. അവർ ഉറങ്ങിയോ ഉണർന്നോ എന്ന് തിരക്കാൻ നിൽക്കാതെ നിങ്ങൾ ചെയ്തും കൊണ്ടിരിക്കുന്ന ജോലി തീർക്കാൻ നോക്ക്. നിങ്ങൾ 2 മണിക്ക് പോകണമെന്നും പറഞ്ഞ് കുറേ നേരം മുമ്പ് ഇവിടെ കിടന്ന് ബഹളം വെച്ചത്. ജോലി എന്തെങ്കിലും പറയുമ്പോഴാണ് നിങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതല്ലേ. കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാനാണെങ്കിൽ അവർക്ക് എന്തോരം ഉത്സാഹമാണ്. ഗീതു അത്രയും പറഞ്ഞതോടെ ശ്യാമള പിന്നെ മിണ്ടാൻ നിന്നതേയില്ല. കുറേ നാളായി ഗീതുവുമായി ഇടപെട്ട് തുടങ്ങിയതിനാൽ ശ്യാമളയ്ക്ക് അവളുടെ സ്വഭാവം ഏറെക്കുറെ പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. മൗനമാണ് തൻ്റെ മുതലാളിയോടുള്ള പ്രതിഷേധത്തിന് ഏറ്റവും പറ്റിയ ആയുധം. ഗീതു വീണ്ടും മുകുന്ദനെ വിളിക്കാൻ പോയപ്പോൾ ശ്യാമള കഴുകിക്കൊണ്ടിരുന്ന പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീലേഖയുടെ അടുത്തേക്ക് വന്നു. അവിടെ നിന്ന് അവൾ ഗീതു പോയ വഴിയെ നോക്കി ശേഷം സ്വരം താഴ്ത്തി ശ്രീലേഖയോട് പറഞ്ഞു. അളിയനോ കിടന്നുറങ്ങൊന്നുമല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. ഇന്നാ റൂമിനുള്ളിൽ 1-2 കുപ്പി പൊട്ടിക്കണം. ആഘോഷത്തിൻ്റെ ഭാഗമായി ശ്രീലേഖയ്ക്ക് അവർ എന്താണ് പറയുന്നതെന്ന് പിടികിട്ടിയില്ല. കുപ്പി പൊട്ടിക്കാണമെന്നോ? എന്തു കുപ്പി? ഓ, ഇതിന് അതും അറിയത്തില്ലേ? മദ്യക്കുപ്പിയേ, കള്ളും കുപ്പി എന്ന് പറയും. മദ്യക്കുപ്പിയോ? അതിന് ഈ വീട്ടിൽ എവിടുന്നാ മദ്യക്കുപ്പി? അല്ലെങ്കിൽ തന്നെ മുകുന്ദനും ശ്യാമേട്ടനും ഒക്കെ മദ്യപിക്കുമോ? അവൾ അത്ഭുതത്തോടെ ജോലിക്കാരിയെ നോക്കി. മദ്യപിക്കുമോ എന്ന്? കൊള്ളാം, ഇവരാണോ കുടിക്കുമോ എന്ന് ചോദിക്കുന്നത്? അവർ ഒന്നിന് പിന്നാലെ ഒന്നായി എന്തിനാ ഇപ്പോൾ ടൗണിൽ പോയതന്നെ മോൾ കരുതിയിരിക്കുന്നത്? 2നും കൂടി വീട്ടിലിരുന്ന് കുടിക്കാൻ ആവശ്യത്തിനുള്ള സാധനം വാങ്ങിക്കൊണ്ട് വരാൻ പോയതല്ലേ. കല്യാണത്തിന് ഇവിടുത്തെ സാർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവിടെ എന്തായിരുന്നു പുകില്! അമ്പമ്പോ, ഒന്നും പറയണ്ടേ. ഗീതു തിരിച്ചു വരുന്നത് കണ്ടതോടെ ശ്യാമള താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തിയാക്കാനായി പോയി. അവരെവിടെ ഗീതു? അവൾ തിരികെ വന്നപ്പോൾ ശ്രീലേഖ തിരക്കി. ഇപ്പോൾ വരും. ഏട്ടത്തിക്ക് വിശപ്പായോ? പിന്നാക്കാതെ എന്നേക്കാൾ വിശപ്പ് കാണും ശ്യാമേട്ടന്. ശ്യാമേട്ടനാണെങ്കിൽ രാവിലെ ഒരു കാലിച്ചായ മാത്രമാണ് കഴിച്ചത്. ഗീതു വിളമ്പാൻ തുടങ്ങിക്കോ, ഞാൻ അവരെ വിളിച്ചും കൊണ്ട് വരാം. ഗീതുവിന് ശ്രീലേഖയെ തടയാൻ കഴിയും മുമ്പേ അവൾ അവരുടെ റൂമിന് നേർക്ക് നടന്നുപോയി. ശ്രീലേഖ ചെന്ന് വാതിലിൽ തള്ളി നോക്കിയെങ്കിലും അത് തുറന്നില്ല. ശ്യാമേട്ടാ, വാതിൽ തുറക്ക്, കഴിക്കാൻ റെഡിയായി, ഇതാ ഗീതുവൊക്കെ അവിടെ കാത്തിരിക്കുന്നു. അവൾ വാതിലിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു. അകത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ശ്യാമേട്ടാ, വാതിലും തുറക്ക് ശ്യാമേട്ടാ. ശ്രീലേഖ വീണ്ടും വാതിലിൽ തട്ടി. വിശപ്പായെങ്കിൽ നിങ്ങളിരുന്ന് ഏട്ടത്തി, ഞങ്ങൾ 2 പേർ കൂടി പിന്നീട് കഴിച്ചോളാം, ഞങ്ങൾക്കിപ്പോൾ വിശപ്പില്ല.
കുഴയുന്ന ശബ്ദത്തിൽ മുകുന്ദൻ പറഞ്ഞു. ആഹാരം കഴിക്കാഞ്ഞതിനാലും വീര്യമേറിയ സാധനം ആയതിനാലും രണ്ടുപേർക്കും മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങളും വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, അതല്ലേ അതിൻ്റെ ശരി. അവർ വാതിൽ തുറക്കാതെ പിന്മാറില്ലെന്ന വാശിയിലായിരുന്നു ശ്രീലേഖ. പെട്ടെന്ന് വാതിലിൻ്റെ പാളികൾ ശക്തമായി ഒരു വശത്തേക്ക് തുറക്കപ്പെട്ടു. ശ്യാംസുന്ദർ ഇരുവാതിൽ പാളികളും പിടിച്ചുകൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. കുറച്ചു മുമ്പേ വരെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശ്യാംസുന്ദറിൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ട് അവൾ അമ്പരന്നുപോയി. മുടിയൊക്കെ ഉലഞ്ഞ് ഷർട്ടിൻ്റെ മുകൾ ഭാഗത്ത് 2-3 ബട്ടണുകൾ തുറന്ന് ആകെ വിയർപ്പിൽ കുളിച്ച കോലം. അവൾ ശ്യാംസുന്ദറിൻ്റെ പിന്നിലുണ്ടായിരുന്ന മുകുന്ദനെ നോക്കി. അവൻ ഒരു ചാരുകസേരയിൽ കഴുത്ത് പിന്നോക്കം ചാരി ഇരിക്കുകയാണ്. ശ്യാമേട്ടൻ വാ, ആഹാരം കഴിക്കണ്ടേ, അതെല്ലാം അവിടെ നിന്ന് തണുത്തു പോകും. അവൾ അവനെ പിടിക്കാനായി കൈ നീട്ടിയെങ്കിലും അവൻ ആ കൈ തട്ടി മാറ്റിക്കളഞ്ഞു. പോടി, നിൻ്റെ കൈക്കൊന്നും ശ്യാമിനെ താങ്ങാനുള്ള ബലം പോരടി. നിന്നോട് മുകുന്ദൻ പറഞ്ഞില്ലേടി വിശക്കുന്നെങ്കിൽ പോയിരുന്ന് തിന്നോളാൻ. അവന് വാക്കുകൾ ഇടയ്ക്കിടെ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ശ്യാമേട്ട ആഹാരം കഴിക്കേണ്ടത്? ശ്യാമേട്ടന് വരൂ എൻ്റെ കൂടെ. നിന്നോട് പോകാനല്ലടി പറഞ്ഞത്. അവൾക്ക് ശ്യാമേട്ടനെ തീറ്റിക്കാനുള്ള പൂതി. ശ്യാമേട്ടൻ വേണ്ടുമ്പോൾ ശ്യാമേട്ടൻ കഴിച്ചോളൂ. കേട്ടോടി സരോജിനിയമ്മയുടെ മോളെ. എന്തൊരു മര്യാദയില്ലാത്ത സംസാരമാ ശ്യാമേട്ട ഇത്. ഇങ്ങനെയാണോ ഭാര്യയോട് സംസാരിക്കുന്നത്? ഏട്ടത്തിക്ക് വിശന്നിട്ടല്ലേ ആഹാരം കഴിക്കാൻ വിളിച്ചത്, അതിനാണോ ഈ വിധം സംസാരം? അവിടേക്ക് വന്ന ഗീതു അവനെ ശാസിക്കും മട്ടിൽ പറഞ്ഞു. അവൾക്ക് വിശന്നെങ്കിൽ കോരിയിട്ട് തിന്നോളാൻ പറഞ്ഞതല്ലേടി, പിന്നെന്തിനാ അവൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അവൾക്ക് കൂടെ ആളിരുന്നാലേ കഴുത്തിന് കീപ്പോട്ട് ചോറിറങ്ങൂ എന്നുണ്ടെങ്കിൽ പോയി മാടവനിലെ സരോജിനിയമ്മയെ വിളിച്ചുകൊണ്ട് വന്നിരുത്ത് അടുത്ത്. അവർക്കും അതായിരിക്കും സന്തോഷം. അവൻ വാതിൽപ്പാളിൽ പിടിച്ചിരുന്ന ഒരു കൈ വിട്ടപ്പോൾ മറുവശത്തേക്ക് വീഴാനായി വെച്ചുപോയി. പെട്ടെന്ന് തന്നെ അവൻ വാതിലിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു. ശ്യാമേട്ടന് ആഹാരം വേണ്ടെങ്കിൽ വേണ്ട, അതിനെന്തിനാ വെറുതെ ഏട്ടത്തിയുടെ പാവം അമ്മയ്ക്ക് പറയുന്നത്? അവരെന്ത് വെച്ചു? അയ്യോ പാവമോ അവർ. അവൻ മുഖം കൊണ്ട് ഒരാംഗ്യം കാണിച്ചു. നമ്മളാരും കാണുന്ന സാധനമല്ലടി മാടവനിലെ സരോജിനിയമ്മ, കാഞ്ഞ പുള്ളിയാ. ഒറ്റ നിമിഷം മതിയടി എനിക്ക് മുമ്പിൽ കാണുന്ന ആളെ മനസ്സിലാക്കാൻ. പിന്നാണോ ഒരു ദിവസം കൊണ്ട് ഇവിടെ അമ്മയെ പിടികിട്ടാത്തത്? ആ പാവം അമ്മ എന്തു ചെയ്തു ശ്യാമേട്ടനോട്? ഒറ്റ തവണയല്ലേ ശ്യാമേട്ടൻ ആ വീട്ടിൽ വിരുന്നു പോയുള്ളൂ. അത് തന്നെ ധാരാളമാടി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച തികച്ചായില്ല. അതിനു മുമ്പ് ഇവരുടെ അമ്മയ്ക്ക് അറിയണം മരുമോൻ എന്ന പേർഷ്യക്ക് പോകുന്നതിന് 1 മാസം താമസം വന്നാൽ ആ സമയം പോയി വണ്ടി ഓടിക്കാമല്ലോ എന്ന്. നീ കണ്ടിട്ടുണ്ടോടി ഗീതു ഇങ്ങനെ അമ്മയമ്മയെ? മരുമോൻ സമ്പാദിച്ചും കൊണ്ട് വരുന്നത് കൈനീട്ടി വേങ്ങി എണ്ണാൻ കാത്തിരിക്കുന്ന തള്ള. അവൻ കാറിത്തുപ്പി. ഗീതു അർത്ഥവത്തായി ഇത് നേരാണോ ഏട്ടത്തി എന്ന മട്ടിൽ ശ്രീലേഖയെ നോക്കി. അവൾ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. ഏട്ടാ, അത് ശ്യാമേട്ടൻ ഉടനെ തന്നെ ഗൾഫിലേക്ക് പോയേ തീരൂ എന്ന ഉദ്ദേശത്തോടെ എങ്ങും ചോദിച്ചതായിരിക്കില്ല അമ്മ. മരുമകനോട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ എന്ന് മനസ്സിൽ കരുതി കാണും. എന്ന് നീയാണോടി തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവരെന്തിനാടി എൻ്റെ ശമ്പളം വരെ കിള്ളിക്കീക്കാൻ നിന്നത്? ഇതുവരെ ഞാനുണ്ടാക്കിയതൊക്കെ ആരുടെ പേർക്കാണ് പോലും കല്യാണത്തിന് മുമ്പ് ഞാൻ സമ്പാദിച്ചതിൻ്റെയൊക്കെ കണക്ക് ഞാൻ എന്തിനാടി അവരെ ബോധിപ്പിക്കുന്നത്? അതും അവർക്കറിയേണ്ട വിശേഷമാണോ? ആണോന്ന്? ഒക്കോണം എൻ്റെ മുമ്പിൽ നിന്ന് കൈവീശി ഞാനൊന്ന് കൊടുത്താലുണ്ടല്ലോ. അവൻ ശ്രീലേഖയ്ക്ക് നേരെ കൈവീശിയെങ്കിലും എന്തോ ഓർത്തിട്ടെന്ന മട്ടിൽ താഴ്ത്തിയിട്ടു. വാ ഏട്ടത്തി. ഗീത് തിരിഞ്ഞു ശ്രീലേഖയ്ക്ക് കൈക്ക് പിടിച്ചു. ശ്രീലേഖയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയമായി. വെറുതെ ഇവിടെ നിന്ന് ഏട്ടനെ ഭ്രാന്തി പിടിപ്പിക്കേണ്ട. കുറച്ചു കഴിഞ്ഞ് കെട്ടിറങ്ങുമ്പോൾ ശരിയായിക്കൊള്ളും. നമ്മളെന്തിനാ വിശന്നിരിക്കുന്നത്? ഈ പേവെള്ളം കുടിക്കുന്ന എല്ലാ അവന്മാർക്കുമുള്ള അസുഖമാണ് ഭാര്യമാരെ കാണുമ്പോൾ കൈതരിക്കുന്നത്. ഗീതു ശ്രീലേഖയെ കൊണ്ട് ചെന്ന് ഡൈനിങ് ടേബിളിന് സമീപം ഇരുത്തിയ ശേഷം അവൾക്ക് മുമ്പിൽ ഇല വെച്ചു. ശ്രീലേഖ ആ ഇല മടക്കി വെച്ച ശേഷം വേണ്ടെന്ന് തലയാട്ടി.
ഇതൊക്കെ കണ്ടിട്ട് ഏട്ടത്തി എന്തിനാ ആഹാരം വേണ്ടെന്ന് വെച്ച് വല്ല അസുഖവും പിടിപ്പിക്കാൻ നിൽക്കുന്നത്? വിശന്നിരുന്നാൽ വല്ല തലവേദനയോ മറ്റോ വരുമോ ഏട്ടത്തിയെ? വേണ്ട ഗീതു, ഗീതുവിന് വിശക്കുന്നെങ്കിൽ കഴിച്ചോ. ഇതൊക്കെ വച്ചുണ്ടാക്കിയത് പിന്നെ ആർക്കു വേണ്ടിയാ? അമ്മയെങ്കിലും നിങ്ങളെ കൂടെ വരുമെന്ന് ഞാൻ ഓർത്തത്. എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ ഗീതു വീണ്ടും അവരെ വിളിക്കാനായി പോയി. അവർ വന്നില്ലെങ്കിൽ ശ്രീലേഖ പട്ടിണിയിരിക്കുക തന്നെ ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഗീതു പോയതോടെ ശ്യാമള വീണ്ടും ശ്രീലേഖയുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മോളെ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാ തീരുമാനമെങ്കിൽ ആ സങ്കടം കാണാൻ ആരും ഉണ്ടായെന്ന് വരില്ല. കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് ഒറ്റ ആഴ്ച തികയുന്നേയുള്ളൂ മുമ്പുള്ള പെരുമാറ്റം. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയുക, മോൾക്ക് സമാധാനം കിട്ടാൻ രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ മോൾ ഗീതു കുഞ്ഞിനെ പോലെ ആകാൻ നോക്ക്, അതല്ലെങ്കിൽ കെട്ടിയവൻ കാണിക്കുന്ന നാടകങ്ങൾ കണ്ടില്ലെന്ന് വെച്ചേക്കുക. ഇത് രണ്ടിൽ ഏതെടുത്താലും മോൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടിയേക്കും. അവിടെ ഒരാൾ മദ്യപിച്ച് ലെക്ക് കെട്ട മട്ടിൽ കസേരയിൽ പിന്നിലേക്ക് കഴുത്തും തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? വെറും അടവാത്. മോടെ കെട്ടിയാൻ അടിക്കുന്നതിൻ്റെ ഇരട്ടി അടിക്കുന്ന ആളാ. എന്നിട്ടും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ശ്വാസം വിടുന്നുണ്ട് എന്ന് പോലും സംശയമാണ്. എന്താ കാരണം? അത്രയ്ക്കുണ്ട് ഗീതക്കുഞ്ഞിനെ പേടി. ഗീതക്കുഞ്ഞ് ചലിക്കരുതെന്ന് പറഞ്ഞാൽ ചലിക്കില്ല ആ മനുഷ്യൻ. മാത്രമോ, എന്തെങ്കിലും ഉടായ്പം കൊണ്ട് അതിൻ്റെ അടുത്ത് ചെന്നാൽ തൊട്ട കൈക്ക് കെട്ടിയോൻ്റെ മുഖത്തടിക്കാൻ പോലും മടിക്കില്ല ഗീതക്കുഞ്ഞ്. അതുകൊണ്ടെന്താ, അതിൻ്റെ ജീവിതത്തിൽ കെട്ടിയോൻ സമാധാനക്കേട് ഉണ്ടാക്കുന്നേയില്ല. ശ്യാമൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ഗീതു തിരികെ വന്നു. മതിയടി, ഏട്ടത്തിക്ക് പറഞ്ഞു കൊടുത്തത്. എനിക്കറിയരുതോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ കുറ്റങ്ങളായിരിക്കുമെന്ന്? 4 ദിവസം ഇനി ആ ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് ചെല്ലുമ്പോൾ വിളമ്പാനുള്ളത് ഇവിടുന്ന് കിട്ടിക്കാണുമല്ലോ അല്ലേ? അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ ശ്യാമള അവിടെ തിരിഞ്ഞു നിന്നു. കുഞ്ഞ്, ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുള്ളതാ അതെൻ്റെ ജോലിയല്ലെന്ന്. കാര്യം ഞാൻ വിട്ടു, വേലക്കാരിയാ. എന്നാലും അത്രയ്ക്കും ചീഞ്ഞ മനസ്സൊന്നുമല്ല എൻ്റേത് കേട്ടോ. അങ്ങനെയുള്ളവർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ ശ്യാമള നടന്നുപോയി. ഗീതു ഒരു കസേര വലിച്ചിട്ട് ശ്രീലേഖയ്ക്ക് അരികിലിരുന്നു. വച്ചുണ്ടാക്കിയ ആഹാര സാധനങ്ങളൊക്കെ ഒരുവിധം തണുത്തുപോയി കഴിഞ്ഞിരുന്നു. 4 മണിയോളമായി ശ്യാം സുന്ദർ കണ്ണു തുറക്കുമ്പോൾ അവൻ മുഖം കഴുകി തുളച്ചു വന്നുകൊണ്ട് പുറത്തേക്ക് വന്നു. ശ്രീലേഖ ഡൈനിങ് ടേബിളിന് മീതെ മുഖം ചേർത്തിരിക്കുകയാണ്. പിന്നിൽ കാലച്ചു കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. അവളുടെ കൺപോളകളിൽ ഈറൻ്റെ തുടിപ്പ് കാണാമായിരുന്നു. അവൾ എണീറ്റ് അവന് മുന്നിൽ നിന്നും കൊണ്ട് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പോകാം നമുക്ക്, അവൾ അവനെ നോക്കി പറഞ്ഞു. ഇപ്പോഴോ? 4 മണിയല്ലേ ആയുള്ളൂ, അവൻ പറഞ്ഞെങ്കിലും അതിനു മുമ്പേ ഗീതു അവിടേക്ക് വന്നു. ആഹാ, ഇതെന്തൊരു പോക്കേട്ടത്തി! ഒറ്റ മനുഷ്യന് നീ വീട്ടിൽ ആഹാരം കഴിച്ചിട്ടില്ല. വിരുന്നിനെന്ന പേരിൽ കഷ്ടപ്പെട്ടു ഞാൻ ഇതൊക്കെ വെച്ചുണ്ടാക്കിയത് പിന്നെ എന്തിനാ? ഇത് കഴിച്ചിട്ട് പോയാൽ മതി എല്ലാവരും. എനിക്ക് വേണ്ട ഗീതു, എൻ്റെ വയറൊക്കെ 3 മണിക്കൂർ മുമ്പേ നിറഞ്ഞു. ഗീതുവിൻ്റെ ഏട്ടന് വേണമെങ്കിൽ കഴിച്ചിട്ട് വരട്ടെ. ഏട്ടൻ്റെ കൂടെ ഏട്ടത്തി ഇരിക്കുന്നില്ലേ? ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇതൊരുമാതിരി പന്ന പരിപാടിയായി പോയി ഏട്ടത്തി. ഏട്ടത്തിക്ക് എന്നെ കൊണ്ട് ഇത്രയും ജോലി ചെയ്യിപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ അല്ലേ? സമാധാനമോ? എനിക്കോ? ഇതാണോ നീ ഉദ്ദേശിക്കുന്ന സമാധാനം? എൻ്റെ ഭാഷയിൽ ഇത് സമാധാനക്കേട് എന്നാ വേണം പറയാൻ. ഗീതു ഒരു പരിഹാസച്ചിരിയോടെ സഹോദരനെ നോക്കി. കേട്ടല്ലോ ഏട്ടൻ, വലതുകാൽ വെച്ച് വന്ന് കയറിയിട്ട് ഒരാഴ്ച തികച്ചിട്ടില്ലെന്ന് ഓർക്കണം. ബാക്കിയുള്ളവരെല്ലാം തെറ്റുകാരും, ഏട്ടത്തി മാത്രം പരിശുദ്ധയും. നാണമില്ലല്ലോ ഏട്ടന് ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ? ഗീതു തിരിഞ്ഞു പാത്രങ്ങൾ ഒന്നൊന്നായി തുറന്നു നോക്കി. ശ്യാം സുന്ദർ ശ്രീലേഖയുടെ കൈക്ക് പിടിച്ചിട്ട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, ശ്യാമേട്ടൻ കഴിച്ചിട്ട് വാ. അവൾ കൈ കുതിറാക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല. ശ്യാം സുന്ദർ അവളെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്തിയിട്ട് 2 പേർക്കും ആഹാരം വിളമ്പാൻ ഗീതുവിനോട് നിർദ്ദേശിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം.